നമസ്കാരം. തോൽവി കൊണ്ട് പഠിക്കാത്ത ഒരാളും ഭൂമിയിലുണ്ടാകില്ല. ചിലപ്പോൾ ആ തോൽവിയിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ വിജയത്തിലേക്കുള്ള വഴി തുറക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കനത്ത തോൽവിയെ ഏറ്റുവാങ്ങുന്നവർ, കനത്ത പരാജയം ഏറ്റുവാക്കുന്നവരൊക്കെ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു പോകുക എന്ന് പറയപ്പെടുന്നത് എപ്പോഴും സംഭവിക്കാവുന്ന കാര്യവുമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ തോൽവിയുമായി പറയുന്നത് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലോക്സഭാ ഇലക്ഷന് CPM നേരിട്ടത് കനത്ത തോൽവിയാണ്. CPM സംസ്ഥാന ഘടകത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ ഇപ്പോൾ മാറിമറിയുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ നേതൃത്വത്തിനെ തുറന്നെതിർത്ത P. ജയരാജനിൽ പുതിയ നേതാവിനെ ദർശിച്ചുകൊണ്ട് യുവജന വിഭാഗം മുന്നോട്ട് വരുന്നു. പഴയ ജയരാജൻ വിരോധികളും ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ. തിരഞ്ഞെടുപ്പ് തോൽവിയോടെ CPMലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കാഴ്ച. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും തട്ടകമായ കണ്ണൂരിൽ നിന്ന്, അല്ലെങ്കിൽ ആ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് പുതിയ സമവാക്യങ്ങൾ പിറവിയെടുക്കുന്നത് എന്നുള്ളത് യാദൃച്ഛികം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ വിമർശനമുന്നയിച്ച P. ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ ധ്രുവീകരണങ്ങൾ നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്ന് പറയുന്നത്. നേരത്തെ P. ജയരാജന്റെ ജയരാജ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചിരുന്ന സ്പീക്കർ AM ഷംസീറും ഒപ്പമുള്ളവരുമൊക്കെ പുതിയ സാഹചര്യത്തിൽ P. ജയരാജനൊപ്പം അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ നേതൃത്വത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശനം നടത്തി. ഭൂരിപക്ഷം അംഗങ്ങളും നേതൃത്വത്തെ വിമർശിക്കുവാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുവാനും അറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് P. ജയരാജൻ നിർഭയം വിമർശനങ്ങളുടെ കെട്ടഴിച്ചു വിട്ടത് എന്നുള്ളതാണ്. ചുമതലയുള്ള വടകരയിലെ തോൽവിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ KK ശൈലജയെ ഇനിയും മന്ത്രിയാകാൻ യോഗ്യതയുള്ള ആണ് എന്ന പരാമർശം കൂടി P. ജയരാജൻ മുന്നോട്ട് വെക്കുന്നു. ജയരാജന്റെ ഈ പരാമർശം സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ തെല്ലമ്പരപ്പോടു കൂടിയാണ് കേട്ടിരുന്നത് എങ്കിലും, കാരണം ശൈലജ ഇനിയും മന്ത്രിയാകാൻ യോഗ്യയാണ് എന്നുള്ള പരാമർശം ഗൗരവത്തിലാണോ പരിഹസിച്ചാണോ എന്ന് ആർക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരെല്ലാവരും അങ്ങനെ കാതോർത്തിരുന്നത്. ഈ ഒറ്റ വാചകമല്ലാതെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ പരാമർശങ്ങളൊന്നും പക്ഷേ ജയരാജനിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തില്ല. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജനെയും P. ജയരാജൻ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹം അതിനെതിരെയും പറഞ്ഞു. BJPയുടെ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് EP വിശദീകരിക്കണമെന്ന് P. ജയരാജൻ തുറന്നടിച്ചു. P. ജയരാജനിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മവിശ്വാസത്തിൽ മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചു. EP ജയരാജനെതിരെ എല്ലാവരും ഉന്നയിച്ചു, പക്ഷേ പിണറായിക്കെതിരെ ആരും മിണ്ടിയില്ല എന്നുള്ളതാണ്. ആവശ്യം ശക്തമായി ഉയർന്നിട്ടും EP ജയരാജൻ മൗനം പാലിച്ചിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച വിഷയത്തിൽ ഗൗരവതരമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്ന് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യം തീരുന്നില്ല എന്ന് പറയട്ടെ. പാർട്ടിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ കമ്മിറ്റികൾക്കകത്ത് നിന്ന് ശക്തമായിട്ടുള്ള വിമർശനവും സ്വയം വിമർശനവും വേണമെന്ന് രണ്ടാം നിര നേതാക്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. വിഭാഗീയതയുള്ള കാലത്തായിരുന്നുവെങ്കിൽ എതിർ വിഭാഗത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയെങ്കിലും വിമർശനം നടന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ വിഭാഗീയത അണഞ്ഞതോടെ പാർട്ടി കമ്മിറ്റികൾ പിണറായി സഭകളായി മാറി, പിണറായിസത്തിന് കൂട്ടുപിടിക്കുന്നവരായി മാറി. ഇതാണ് ഏറ്റവും വലിയ വിമർശനം. പാർട്ടിയുടെ അന്തസത്തയുടെ തന്നെ ഭാഗമായിട്ടുള്ള വിമർശനവും സ്വയം വിമർശനവും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആരെങ്കിലും ഒരു നേതാവ് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. പാർട്ടിയെ നേർവഴിക്ക് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ P. ജയരാജനിൽ ആ നേതാവിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് പാർട്ടിയിലെ സമവാക്യങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങാൻ കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊന്ന്, KN ബാലഗോപാലും P. രാജീവ്, MP രാജേഷും എന്നിവരടങ്ങുന്ന മറ്റൊരു ധാര കേരളത്തിലെ CPMൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിന്ന് സ്വന്തം അജണ്ടകളും ഒപ്പം തന്നെ അവരുടെ ലക്ഷ്യങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അവസരം കിട്ടിയാൽ പ്രഹരശേഷിയുള്ളവരായി മാറാൻ കെൽപ്പുള്ളവരാണ് ഈ ത്രിമൂർത്തികൾ എന്നുകൂടി പറയട്ടെ. ദേശീയ നേതൃത്വവുമായി പുലർത്തുന്ന ഒരു അടുപ്പമാണ് ഈ പറഞ്ഞ മൂന്ന് പേരുടെയും മേന്മ. എല്ലാ വിഭാഗത്തിൻ്റെയും പൊതുശത്രു മുഖ്യമന്ത്രിയുടെ മരുമകൻ PM മുഹമ്മദ് റിയാസാണ്. മന്ത്രി റിയാസ് എന്ന പൊതുശത്രുവിൽ എല്ലാ വിഭാഗവും ഒരുമിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇന്നത്തെ പോക്കിൽ അതൃപ്തിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M. സ്വരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള TB രാജേഷ്, AM ഷംസീർ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള KV സുമേഷ് MLA എന്നിവർ കുറച്ചുകാലമായി CPMനുള്ളിൽ ഒരു വിഭാഗമായി നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ
ഇപ്പോൾ ഈ അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിരുന്നത് മുൻപ്. എന്നാൽ കോടിയേരിയുടെ അകാല നിര്യാണത്തോടു കൂടിയാണ് പാർട്ടിക്കകത്ത് തുണയറ്റ ഇവർ ഒരു ഗ്രൂപ്പായി നിൽക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എം ഷംസീറും സ്വരാജും ഒക്കെ അടങ്ങുന്നവർ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി പിഴഞ്ഞതോടുകൂടി പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്കെതിരെ പ്രതികരണമെന്ന വികാരത്തിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കണമെന്നുള്ളൊരു വികാരത്തിലായിരുന്നു ഇവർ മൂവരും. പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പി ജയരാജൻ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പോക്കിനെ നഖശിഖാന്തം എതിർക്കാൻ മുന്നോട്ട് വന്നപ്പോൾ സ്വരാജ് ഷംസീർ വിഭാഗവും ജയരാജന് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത്. മൗനം പാലിക്കുകയായിരുന്നു സ്വരാജ് അടക്കം. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേരത്തെ ശത്രുപക്ഷത്തായിരുന്ന ഷംസീർ പി ജയരാജനുമായി അടുക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. ഷംസീറിന്റെ ഗണപതി വിത്ത് പരാമർശം വൻ വിവാദമായപ്പോൾ പിന്തുണ നൽകുവാനും പ്രതിരോധിക്കുവാനും ആദ്യം മുന്നോട്ട് വന്നത് പി ജയരാജനായിരുന്നു. അത് ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും കാര്യമായിട്ടുള്ള പിന്തുണ കിട്ടാതിരിക്കുമ്പോഴാണ് പി ജയരാജൻ ഷംസീറിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളതാണ്. അതോടുകൂടിയാണ് പഴയ അകൽച്ച അടുപ്പത്തിലേക്ക് വഴിമാറിയതും അവരൊരു ഗ്രൂപ്പാകാൻ തീരുമാനിച്ചതും. അങ്ങനെ പല കോണുകളിൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സമിതിയിൽ നടക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളിലും യോഗങ്ങളിലും കനത്ത വിമർശനങ്ങൾ ഉണ്ടാകുന്നതും ആ കനത്ത വിമർശനങ്ങളെല്ലാം ഗ്രൂപ്പ് തലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതും ആ ഗ്രൂപ്പിൽ നിൽക്കുന്നവർ ഒന്നടങ്കം പിണറായി വിജയൻ എന്ന പൊതുശത്രുവിലേക്ക്, മുഹമ്മദ് റിയാസ് എന്ന പൊതുശത്രുവിലേക്ക് എത്തുന്നതും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ലോക്സഭാ തോൽവി ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു, മൈക്കിനോട് പോലും അഹന്തയുള്ള ഒരു പിണറായി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയെ സഹിക്കേണ്ട ഗതികേടിൽ ഈ സംസ്ഥാനമായിപ്പോയി എന്നും ഈ പാർട്ടി ആയിപ്പോയി എന്നുള്ള തീരുമാനത്തിലേക്ക് പല നേതാക്കളും എത്തിച്ചേരുന്നു. അതിനകത്ത് ഒന്നാമനായി പി ജയരാജനും ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും എം ഷംസീറും സ്വരാജും ബാലഗോപാലനും പി രാജീവും അടക്കമുള്ളവർ എത്തിച്ചേരുന്നു. കൂടാതെ MP രാജേഷും. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒത്തുചേരുന്നു. ആ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചാക്രമിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനെയുമാണ്. അങ്ങനെ പൊതുശത്രുവായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് ഇവർ കൂട്ടം കൂടി വലിയ ആവേശത്തോടു കൂടി ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കുവാനോ തടഞ്ഞു നിർത്തുവാനുള്ള കെൽപ്പ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി ഗോവിന്ദനോ അല്ലെങ്കിൽ AK ബാലനോ പോലുള്ള ഈ പിണറായി ഭക്തന്മാർക്കുണ്ടാകില്ല. ഈ പിണറായിസ്റ്റുകളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക തന്നെ ചെയ്യും. ഒപ്പം ആ വലിയ ആക്രമണത്തിൽ ഒലിച്ചു പോകാൻ പോകുന്നത് മുഖ്യമന്ത്രി എന്ന പദം പിണറായിക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഒപ്പം മുഹമ്മദ് റിയാസിനും തൻ്റെ മന്ത്രി പദവിയും നഷ്ടപ്പെടും. പാർട്ടിയിലുള്ള ഇപ്പോഴത്തെ ഇമേജും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരുങ്ങുകയാണ്. തേച്ചു മിനുക്കി രാഗിയെടുത്ത ആയുധങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവർ യുദ്ധത്തിന് തയ്യാറാകുന്നു. CPM-നുള്ളിൽ അങ്ങനെ ഒരു പടയൊരുക്കം ഉണ്ടാകുന്നുണ്ട്. അത് പിണറായി വിജയനും ഈ പറയുന്ന മരുമകൻ മുഹമ്മദ് റിയാസിനും എതിരെയാണ്.